നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വരെ നമുക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി. ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നു, നമുക്ക് തിരിച്ചു കിട്ടാൻ ഉള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ അത് പക്ഷെ ലൗഡായിട്ട് പറയാൻ ആർക്കും അത്ര ധൈര്യമില്ല. അപ്പൊ ഉള്ളിൽ സ്നേഹിക്കുന്നവർ തന്നെ പുറത്തത് പറയാൻ മടിക്കുന്നുണ്ട്. കാരണം അതൊരു ദോഷമായിട്ടുള്ള കാര്യമാണ്, മോശമാണ് എന്നുള്ളൊരു ചിന്ത അവരിലുള്ളത് കൊണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം എന്ന് മാധവിക്കുട്ടിയുടെ ഒരു കോട്ടുണ്ട്. അതേപോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ലൗഡായിട്ട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കുറവാണ്. എക്സാക്ട്ലി അതാണ്. ഇപ്പൊ ഈ ഒരു ബുക്കിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിലിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നിന്നക്ക് ഏറ്റവും അതിഥി ശരൺ അല്ലാതെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതാണ്? എനിക്ക് തോന്നുന്നു ഇതിൽ ആദി എന്നുള്ളൊരു ക്യാരക്ടർ എല്ലാവർക്കും ആദിനെ പോലെ ഒരു ഫ്രണ്ട് വേണം. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് ഈ മൂവിയില് നമ്മളത് പറയുന്നതിന് മുമ്പ് മൂവിയല്ലേ ബുക്കില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിഥിയുടെ ലൈഫിൽ വരുന്ന ഓരോ ആളുകള്. എത്ര പെട്ടെന്നാണ് അതിഥി എന്ന് പറയുന്ന ഒരാൾ ട്രെയിൻ കയറുന്നു, ബാംഗ്ലൂർക്ക് പോകുന്നു, പെട്ടെന്ന് സാക്ഷി എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നു. ലൈക്ക് ഓരോ ആളുകൾ അതിഥിയുടെ ലൈഫിലേക്ക് വരുമ്പോ നമുക്ക് എവിടേക്കോ നമ്മൾ അതിഥിയുടെ റൂമിലുണ്ട്, അതിഥിയുടെ ഹോസ്റ്റലിലുണ്ട്. കുറച്ച് കഴിയുമ്പോ ദേവ് വരും. ദേവ് വന്നിട്ട് നമ്മളുടെ അടുത്ത് കുറെ ദേവിന്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയും.